1,00,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി കുടുംബം മുഴുവൻ ഓടുന്നത് അയാളുടെ വരുമാനത്തിൽ നിന്നാണ്. എക്സ്പെൻസ് എല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് ഒരു 3-4 ലക്ഷം രൂപ എമർജൻസി ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് റിട്ടയർമെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് പോലും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിതം മുഴുവൻ സെറ്റാണ്. പക്ഷെ ഒരു ദിവസം സ്വന്തം അമ്മ ഹോസ്പിറ്റലിലായി പോയി. 10 ലക്ഷം രൂപയുടെ ഒരു ബില്ലാണ് അവിടെ വന്നത്. അത്രയും നാള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ അയാളുടെ എല്ലാ സേവിങ്സും പോയി, ഇൻവെസ്റ്റ്മെന്റുകൾ പോയി. ഇൻഫാക്ട് ബാക്കി പൈസക്ക് കടവും എടുക്കേണ്ടി വന്നു. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റും ഒക്കെ തകർന്ന് തരിപ്പണമായി പോയൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയും ഒരു ആക്സിഡന്റിൽ പെട്ട് നിർഭാഗ്യവശാൽ മരിച്ചുപോയി. ഉണ്ടാക്കി വെച്ച കടത്തിന്റെയും പണിത് തീരാത്ത വീടിന്റെയും ഒക്കെ ഉത്തരവാദിത്വം മുഴുവനും വേറെ ഒരു വരുമാനവും ഇല്ലാത്ത അയാളുടെ കുടുംബത്തിന്റെ തലയിലായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അവരുടെ ജീവിതം തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കുഴിയിലേക്ക് പോയി. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ആക്സിഡന്റുകളല്ലേ? അതായത് ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇതുപോലെയുള്ള വലിയ ഇമ്പാക്റ്റ് ഉള്ള ആക്സിഡന്റുകൾ അല്ലെങ്കിൽ എമർജൻസീസ് എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് അല്ലെ നമ്മുടെ ലൈഫ് തന്നെ അഫക്റ്റ് ആകാതിരിക്കാൻ നമുക്ക് ഇതിനൊക്കെ എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ വേണം, അതായത് ഇൻഷുറൻസ് വേണം. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, ഇൻഷുറൻസിനെ പറ്റി മുഴുവനായി തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുഴുവനായി കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇൻഷുറൻസിനെ പറ്റിയുള്ള ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണിത്. ശ്രദ്ധിച്ചു നോക്കിക്കോ, എല്ലാം മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇൻഷുറൻസിനെ പറ്റി എല്ലാം തന്നെ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തായാലും എത്തിയിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ചും തന്നെ കാണുക. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കമന്റ് സെക്ഷനിൽ ചെന്നിട്ട് പ്രസന്റ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷൻ കിട്ടണമെങ്കിലും ഈ ക്ലാസ്സിൽ കാണിക്കുന്ന എല്ലാ ടൂൾസിലേക്കുള്ള ആക്സസ് കിട്ടണമെങ്കിലും താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് എല്ലാം വൃത്തിയായി വ്യക്തമായി പഠിക്കുന്നവരാണ് അവസാനമുള്ള ആ ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. The name is ഷാരിഖ് ഷംസുദ്ദീൻ. Welcome to Personal Finance A to Z by Market Feed. എല്ലാവരെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ മറ്റു മിക്ക വീഡിയോകൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനും താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഇൻഷുറൻസ് എന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം. വാട്ട് ഈസ് ഇൻഷുറൻസ്? അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതമായ വലിയ നഷ്ടത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായി നമ്മൾ ഒരു ചെറിയ പൈസ കൊടുത്ത് എടുത്തു വെക്കുന്ന ഒരു സർവീസ് ആണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന വലിയ ഫൈനാൻഷ്യൽ റിസ്കുകൾ നമ്മൾ ഒരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനായി ഒരു പ്രീമിയം എന്ന ഫീസും നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്രതീക്ഷിതമായ വലിയൊരു എമൗണ്ട്, അത് എത്രയാണെന്ന് പോലും നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റില്ല. അതിനെ പേടിച്ച് നമ്മൾ ജീവിക്കുന്നതിലും ഭേദമല്ലേ ചെറിയൊരു തുക കൊടുത്ത് ഒരു പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുന്നത്. എന്നാൽ പോലും പലരും ഇത് ചെയ്യാറില്ല. കാരണം പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ ആക്സിഡന്റുകൾ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കുറവല്ലേ എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലല്ലോ, അപ്പൊ ഇൻഷുറൻസ് എടുക്കണ്ട എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം കാണുന്നുണ്ടോ? ബൈ ഡെഫിനിഷൻ തന്നെ ഇതൊക്കെ ആക്സിഡന്റുകളാണ്. പ്രോബബിലിറ്റി കുറവാണെങ്കിലും ആർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വരുമ്പോ വലിയ ഫൈനാൻഷ്യൽ ഹിറ്റ് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടും നല്ലത് ചെറിയൊരു തുക കൊടുത്ത് ഒരു ഫുൾ പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുന്നതല്ലേ. അപ്പോൾ ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ ഇൻഷുറൻസിന്റെ ലോകത്ത് അറിഞ്ഞിരിക്കേണ്ട 4 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം.
പ്രീമിയം, ക്ലെയിം, കവർ, റിന്യൂവൽ. ഇത് നാലും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നമുക്ക് പ്രീമിയം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രൊട്ടക്ഷൻ, അതായത് എമർജൻസി വന്നാൽ പൈസ കിട്ടാനായിട്ട് അങ്ങോട്ട് എല്ലാ വർഷവും പേ ചെയ്യുന്ന ഫീസ്, അതിനെയാണ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ ഒരു സിംഗിൾ തുകയായിട്ടാണ് മോസ്റ്റ്ലി ഈ പ്രീമിയം നമ്മൾ അടക്കേണ്ടി വരുന്നത്. അപ്പോൾ രണ്ട്, നമുക്ക് ക്ലെയിം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ പേടിച്ച ആ എമർജൻസി സംഭവിക്കുകയാണ് എങ്കിൽ, അങ്ങനെ നമുക്ക് ഇൻഷുറൻസ് പൈസ ആവശ്യമുള്ള അവസ്ഥ ഉണ്ടായി എങ്കിൽ, അപ്പോൾ അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, അവരോട് പൈസ ആവശ്യപ്പെടുക. ഇതിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത് നമുക്ക് കവർ എമൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ മാക്സിമം എത്ര രൂപ വരെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും എന്നുള്ളതാണ് കവർ എമൗണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായി നമുക്ക് റിന്യൂവൽ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം പൊതുവെ ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മളിപ്പോ പഠിച്ചല്ലോ. അപ്പോൾ അത് തീരുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് എക്സ്പയർ ആകും. അപ്പൊ എക്സ്പയർ ആകുന്നതിന് മുന്നേ അടുത്ത വർഷത്തേക്ക് കൂടി നമ്മൾ പ്രീമിയം അടച്ചാൽ മാത്രമേ നമ്മുടെ പോളിസി റിന്യൂ ആകുള്ളൂ. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി എടുത്താൽ മുഴുവനായി നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാകും. നിങ്ങളുടെ വണ്ടി ഒന്ന് തട്ടി, ബമ്പർ ഒന്ന് മാറ്റണം, 30,000 രൂപയാണ് ചിലവ് വരുന്നത്. ഇവിടെ വർഷം വെറും 10,000 രൂപ പ്രീമിയം കൊടുത്തെടുത്ത ഒരു കാർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ 30,000 അല്ല 8 ലക്ഷം രൂപ വരെയുള്ള ചിലവുകള് ക്ലെയിം വന്നാൽ കവർ ആയേനെ. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പഠിച്ച എല്ലാ ടേംസും ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായ ക്ലെയിമുകൾ വന്നാലേ ഈ കവർ എമൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതിന്റെ അറൗണ്ട് സ്ട്രോങ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും, അല്ലാതെ വെറുതെ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ വ്യക്തിയുടെ ഉദാഹരണം കൂടി നോക്കാം. ആ ഒരു എക്സാമ്പിൾ കൂടി എടുത്താൽ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലാകും. അപ്പൊ അമ്മ ഹോസ്പിറ്റലിൽ ആയപ്പോൾ 10 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് വന്ന സമയത്ത് മാസം വെറും ഒരു 850 രൂപ പ്രീമിയം കൊടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനായി ക്ലെയിം കിട്ടിയനെ. ജീവിതത്തിലെ പ്ലാനിങ്ങും എമർജൻസി ഫണ്ടും ഇൻവെസ്റ്റ്മെന്റ്സും മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി സമാധാനവും ഒക്കെ അതുപോലെ തന്നെ നിലനിന്ന് പോയേനെ. അപ്പോൾ ഈ എക്സാമ്പിൾസ് കൂടി കണ്ടപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്നുള്ളതിനെ പറ്റി അത്യാവശ്യം ഒരു നല്ല ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട് ഞാൻ പറയട്ടെ. ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആണ് എങ്കിൽ സേവിങ്സും നമ്മൾ പഠിച്ചത് പ്രൊട്ടക്ഷൻ ആണെന്ന് തന്നെയല്ലേ? അപ്പൊ ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലർക്കും ചോദ്യം ഉണ്ടാകും. ശരിക്കും നല്ലൊരു ചോദ്യമാണ്. സേവിങ്സ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ചെറിയ ചെറിയ അപ്രതീക്ഷിത സന്ദർഭങ്ങളിലേക്ക് കാശ് മാറ്റിവെക്കലാണ്. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോകണം, ശമ്പളം വരാനൊന്ന് വൈകി, വീടിന് ചെറിയൊരു മെയിൻ്റനൻസ് വന്നു, എക്സെട്ര. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതേസമയം വളരെ വലിയ സേവിങ്സ് കൊണ്ട് തികയാത്ത, സംഭവിക്കാൻ സാധ്യത കുറവുള്ള ആക്സിഡന്റുകൾക്കാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ കാർ വലിയൊരു ആക്സിഡന്റിലായി, അല്ലെങ്കിൽ വലിയൊരു സർജറി വേണ്ടി വന്നു, എക്സെട്ര. അതായത് വലിയ എമർജൻസികളെ പേടിച്ച് വലിയൊരു തുക എപ്പോഴും അതിനുവേണ്ടി മാറ്റിവെക്കാൻ നിന്നാൽ ജീവിതം എവിടേക്കും എത്തില്ല. അതുകൊണ്ട് ചെറിയ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എമർജൻസി ഫണ്ട് എന്ന തുക സേവ് ചെയ്തു വെക്കുന്നു. വലിയ എമർജൻസീസിന് വേണ്ടി ചെറിയൊരു പ്രീമിയം കൊടുത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നു. ബാക്കി പൈസ റിട്ടയർമെന്റിന് വേണ്ടിയൊക്കെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിയാണ്, സേവിങ്സും ഇൻഷുറൻസും രണ്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്, പക്ഷേ രണ്ടും വ്യത്യസ്തവുമാണ്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എന്താണ് ഇൻഷുറൻസ് എന്ന് എല്ലാവരും ഈ തിയറിയിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും വ്യക്തമായി പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന കോൺസെപ്റ്റിന്റെ ബേസിക്സ് കേട്ടപ്പോൾ തന്നെ പലരും ഒന്ന് മൂഡായി കാണുമെന്ന് എനിക്കറിയാം. ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആകണം. കാരണം അത്ര അധികം സൂപ്പർ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഇൻഷുറൻസ്. നമ്മളുടെ ജീവിതത്തിൽ സമാധാനം കാര്യമായി ആഡ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റ്. പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് പില്ലർ ആണ് ഇൻഷുറൻസ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതായത് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ഈ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്ന പില്ലർ ആണ് നമ്മളുടെ മുഴുവൻ പ്ലാനിങ്ങിനെയും എല്ലാ വലിയ അപ്രതീക്ഷിതമായ എമർജൻസീസുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്, ഷീൽഡ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ ബാക്കി പില്ലേഴ്സ് എത്ര അടിപൊളിയായാലും ഒരു വലിയ ഹോസ്പിറ്റൽ ബില്ലോ ആക്സിഡന്റോ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുഴുവൻ കുടുംബത്തിന്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും അവിടെ തകർന്നു പോകും. സേവിങ്സ് എന്നുള്ള എമർജൻസി ഫണ്ട് തന്നെ നമ്മൾക്ക് കുറെ അധികം സമാധാനം ശരിക്കും തരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇൻഷുറൻസ് കൂടി ജീവിതത്തിൽ ഉള്ളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും നമ്മളുടെ കുടുംബത്തിന് ഒരു ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയതുപോലെ അല്ലേ? ജീവിതത്തിൽ വരുന്ന യാതൊരുവിധ പ്രശ്നങ്ങൾക്കും പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. സുഖമായി കിടന്നുറങ്ങാം, സമാധാനത്തോടു കൂടി ജീവിതത്തിൽ മറ്റെന്ത് ആഗ്രഹങ്ങളുടെ പുറകെ നമുക്ക് പോകാനും സാധിക്കും. ശരിക്കും ഇത് തന്നെയല്ലേ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്? സന്തോഷവും സമാധാനവും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിലെ നമ്മൾക്കും
കുടുംബത്തിനും നമ്മുടെ അസറ്റ്സിനും ഇൻഷുറൻസ് എടുക്കേണ്ടത്. അപ്പൊ ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസും അത് എന്തിനെടുക്കണം എന്ന് കൂടി മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എടുക്കേണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് നമുക്ക് പഠിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഇന്ന് ശരിക്കും പലതരം ഇൻഷുറൻസുകൾ ഉണ്ട്. ഫോൺ വാങ്ങുമ്പോൾ പോലും അത് വീണ് പൊട്ടിയാൽ ഫ്രീ ആയി നന്നാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ഇൻഷുറൻസ് നമുക്ക് കടക്കാർ വിൽക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട ഇൻഷുറൻസുകൾ എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പഠിക്കാം. ഇത് നന്നായി പഠിക്കാനായി ഇൻഷുറൻസുകളെ ഞാൻ മസ്റ്റ് ഹാവ്സ് ആൻഡ് ഗുഡ് ടു ഹാവ്സ് ആയി തിരിച്ചിട്ടുണ്ട്. അതായത് മസ്റ്റ് ഹാവ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തായാലും എടുത്തിരിക്കേണ്ട ഇൻഷുറൻസുകളും, ഗുഡ് ടു ഹാവ്സ് എന്ന് പറയുമ്പോൾ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ എടുത്താൽ വളരെ നല്ലതാണ് എന്നുള്ളത് പോലത്തുള്ള ഇൻഷുറൻസുകളുമാണ്. അപ്പൊ നമുക്ക് ആദ്യം മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ നോക്കാം. ഇവിടെ 3 ടൈപ്സ് ഓഫ് ഇൻഷുറൻസുകളാണ് വരുന്നത്. ആദ്യം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് നമുക്ക് പഠിക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മെഡിക്കൽ, അതായത് ഹോസ്പിറ്റൽ ചെലവുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് സർജറിക്ക് വേണ്ടിയൊക്കെ 1 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചിലവ് വന്നാൽ പോലും അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിന് കൊടുത്തോളും. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വലിയ തുക അയാളുടെ കുടുംബത്തിന് കിട്ടും. ഒരു കുടുംബത്തിന്റെ പ്രൈമറി ഏർണിംഗ്, അതായത് അന്നദാതാവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടാൽ അവർ എന്താണ് ചെയ്യുക, എങ്ങനെ ജീവിക്കും, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ലൈഫ് ഇൻഷുറൻസ് എന്നും, ഒരു പ്രായം വരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനെ ടേം ഇൻഷുറൻസ് എന്നും വിളിക്കുന്നു. അപ്പൊ ഇനി മൂന്നാമത്തെ മസ്റ്റ് ഹാവ് ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് ആണ്. അതായത് നമ്മൾ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് വണ്ടി തട്ടി സ്വയമോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും അപകടം സംഭവിച്ചാല് മോട്ടോർ ഇൻഷുറൻസ് നമ്മളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യും. മോട്ടോർ ഇൻഷുറൻസില് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും ഉണ്ട്, തേർഡ് പാർട്ടി ഇൻഷുറൻസും ഉണ്ട്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ വണ്ടി തട്ടിയാൽ നമ്മുടെ വണ്ടിയുടെ ചിലവുകളും തട്ടിയ വണ്ടികളുടെ ചിലവുകളും കവർ ആകും. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ തട്ടിയ വണ്ടിയുടെ ആ തേർഡ് പാർട്ടിയുടെ ചിലവുകൾ മാത്രമേ കവർ ആവുകയുള്ളൂ. ഇന്ത്യയിൽ നിയമം അനുസരിച്ച് എല്ലാ വണ്ടികൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കൽ നിർബന്ധമാണ്. പക്ഷെ ഞാൻ പറയും എല്ലാവരും ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന്റെ കൂടെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നൊരു ഇൻഷുറൻസ് കൂടി വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ ഓണർക്ക് മോട്ടോർ ഇൻഷുറൻസിന്റെ കൂടി നിർബന്ധപരമായി കിട്ടാറുണ്ട്. ഇതിലൂടെ ആ വ്യക്തിക്ക് ഒരു ആക്സിഡന്റ് മൂലം ബോഡിക്ക് ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിലോ അതുമൂലം വരുമാനം നിൽക്കുകയാണെങ്കിലോ ഒരു എമൗണ്ട് നേരെ കയ്യിലേക്ക് കിട്ടും. മോസ്റ്റ് ഓഫ് ദ മോട്ടോർ ഇൻഷുറൻസുകളിലും ഇത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, അങ്ങനെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ആ വണ്ടിയുടെ ഓണർ ആയ ഡ്രൈവർക്ക് മാത്രമാണ്. അപ്പൊ അതുകൂടി ഡിസ്കസ് ചെയ്തപ്പോൾ മസ്റ്റ് ഹാവ് ഇൻഷുറൻസുകൾ ഇവിടെ തീർന്നു. ഇനി നമുക്ക് ഗുഡ് ടു ഹാവ് ഇൻഷുറൻസുകൾ നോക്കാം. ഇവിടെ ആദ്യം വരുന്നത് ഹോം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണ്. നമ്മളുടെ വീടിനോ വീട്ടിലുള്ള സാധനങ്ങൾക്കോ എന്തെങ്കിലും തീയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ പോലുള്ള നാച്ചുറൽ ഡിസാസ്റ്ററോ വന്ന് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനത്തെ നഷ്ടങ്ങളെ ഈ ഹോം ഇൻഷുറൻസ് കവർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ കള്ളന്മാർ വന്ന് എന്തെങ്കിലും അടിച്ചോണ്ട് പോയാലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന് ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ കത്തിപ്പോയാലോ പോലും അവിടുത്തെ നഷ്ടങ്ങളെ ഒരു നല്ല ഹോം ഇൻഷുറൻസ് കവർ ചെയ്യും. രണ്ടാമത് വരുന്ന ഗുഡ് ടു ഹാവ് ഇൻഷുറൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ക്യാൻസർ പോലെയൊക്കെയുള്ള ഒരു വലിയ അസുഖം വരികയാണെങ്കിൽ ഒരു ലംസം എമൗണ്ട് നേരെ ഇൻഷുറൻസ് കമ്പനി കയ്യിലേക്ക് തരും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ട്രീറ്റ്മെന്റിനോ ഹോസ്പിറ്റൽ ബില്ലിനോ അല്ല അവർ കവർ ചെയ്യുന്നത്, ആ ഇൽനെസ് വന്ന് ഡിസ്റപ്റ്റ് ആയ നമ്മുടെ ജീവിതത്തിനാണ്. അതായത് ആ അസുഖം കാരണം നമ്മൾക്ക് സംഭവിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്കാണ് ശരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഇവിടെ മൂന്നാമത് വരുന്നത് ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ഇൻഷുറൻസ് ആണ്. ഇന്ന് നമ്മളുടെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലുള്ള ഗാഡ്ജറ്റ്സിന്റെ പുറത്തും ഇൻഷുറൻസ് എടുക്കാൻ പോസിബിൾ ആണ്. റഫ് യൂസ് ഉള്ള ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതിനെ പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്നതാണ്. അറിയാതെ താഴെ വീണോ അല്ലാതെയോ ഒക്കെ എന്തെങ്കിലും പറ്റി ഡാമേജ് ആയാൽ റിപ്പയർ എമൗണ്ട് കവർ ആയിക്കോളും. ഇനിയും കുറെ ഗുഡ് ടു ഹാവ് ഇൻഷുറൻസുകൾ ഇന്നുണ്ട്, ലൈക്ക് ട്രാവൽ ഇൻഷുറൻസ്, സൈബർ അല്ലെങ്കിൽ ഫ്രോഡ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എക്സെട്ര. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നിയമപ്രകാരം എടുക്കേണ്ടതായിട്ടുള്ളത് മോട്ടോർ ഇൻഷുറൻസും വണ്ടി ഓടിക്കുന്നവർക്കുള്ള പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസുമാണ്. പക്ഷേ ബാക്കി എല്ലാ തരം ഇൻഷുറൻസുകളും നിങ്ങൾ യുക്തിയോടുകൂടി കുറെ അധികം ചിന്തിച്ച് സ്വയം എടുക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്നത്, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഹെൽത്തും ലൈഫും ഇൻഷുറൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ മുന്നിലേക്ക് ഈ 2 ഇൻഷുറൻസുകളെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി വിശദമായിട്ട് പഠിച്ചിട്ട് എങ്ങനെ വളരെ കറക്റ്റ് ആയിട്ട് ശരിയായ ഒരെണ്ണം എങ്ങനെ വാങ്ങാമെന്ന് പഠിക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് ബൈയിങ് ഗൈഡ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ട
3 സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഒരു ഇൻഡിവിജ്വൽ പോളിസി വേണോ അതോ ഫാമിലി പോളിസി വേണോ എന്ന് തീരുമാനിക്കലാണ്. നിങ്ങൾക്കിപ്പോൾ പ്രായം കുറവാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പോളിസിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ പ്രായമുള്ള പാരന്റ്സിന്റെ കൂടെ ഒരു ഫാമിലി പോളിസി എടുക്കാതിരിക്കുക. അവിടെ പ്രീമിയം വളരെയധികം കൂടുതലായിരിക്കും. പാർട്ട്ണറും ചെറിയ മക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഒരു ഫാമിലി പോളിസിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് കവർ എമൗണ്ട് തീരുമാനിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ എടുക്കുന്ന കവർ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. അങ്ങനെ വിചാരിച്ച് വലിയ കവർ എമൗണ്ട് എടുക്കാൻ പോയാൽ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. എന്നാൽ പ്രീമിയം കുറച്ച് വെക്കാനായിട്ട് ചെറിയ കവർ മാത്രം എടുത്താല് ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ തികയില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് കവർ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അത് പെട്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഏത് സിറ്റിയിലാണോ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകാൻ ചാൻസ് ഉള്ളത്, ഉദാഹരണത്തിന് നിങ്ങൾ മോസ്റ്റ്ലി ജോലി ചെയ്യുന്ന സ്ഥലമാകാം, ആ സിറ്റിയുടെ വലുപ്പം അനുസരിച്ചല്ലേ അവിടുത്തെ ചിലവുകൾ വരിക. അതായത് കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ ചിലവുകളല്ലല്ലോ ബാംഗ്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് സിറ്റി അനുസരിച്ച് എത്ര കവർ എമൗണ്ട് വേണമെന്ന് മനസ്സിലാക്കാം. മെട്രോ സിറ്റീസ്, അതായത് മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളാണ് എങ്കിൽ 15 മുതൽ 50 ലക്ഷം രൂപയുടെ കവർ വേണ്ടി വരും. ഈ ഗ്യാപ്പ് ഇത്ര വലുതാകാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽസ് വ്യത്യാസമുണ്ടാകും, നിങ്ങളുടെ സിറ്റുവേഷൻസ് വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഞാൻ ഒരു റേഞ്ച് എന്തായാലും തരുന്നുണ്ട്. ടിയർ 2 സിറ്റീസ്, അതായത് കൊച്ചി പോലുള്ള കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ് എന്നാലും എക്സ്പെൻസീവ് ആയ സ്ഥലങ്ങളിലെ 10 മുതൽ 25 ലക്ഷം വരെയുള്ള കവറാണ് വേണ്ടത്. കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ചെറിയ ടൗണുകളാണ് എങ്കിൽ 5 മുതൽ 15 ലക്ഷം വരെയുള്ള കവറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ നമ്പറുകളെല്ലാം ഇൻഡിവിജ്വൽ കവർ ആണെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരു 4 പേരുടെ ഫാമിലി പ്ലാൻ ആണ് എടുക്കുന്നത് എങ്കിൽ ഈ എമൗണ്ടിന്റെ ഒരു 2 ഇരട്ടിയെങ്കിലും കവർ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത് ഞാനൊരു ഡയറക്ഷൻ തന്നത് മാത്രമാണ്. ശരിക്കും നമ്മളുടെ പ്രായവും ഹെൽത്ത് കണ്ടീഷനും ആ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുന്ന ചിലവുകളും ഒക്കെ നന്നായി മനസ്സിലാക്കി വേണം നമ്മൾ ഈ കവർ എമൗണ്ട് തീരുമാനിക്കാൻ. ശ്രദ്ധിച്ച് തന്നെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണിത്. അപ്പൊ പോളിസി ടൈപ്പും കവർ എമൗണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ഇവിടെ ചെയ്യേണ്ടത് ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസിയും അത് തരുന്ന ബെസ്റ്റ് കമ്പനിയെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ നോക്കണമെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. 1, അവർ ടൈപ്പ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസില് നിങ്ങളുടെ വീടിനടുത്തൊക്കെയുള്ള നല്ല ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2, റൂം റെന്റിന്റെ പുറത്ത് ലിമിറ്റ് ഇല്ലാത്ത പോളിസികളാണ് എപ്പോഴും ബെസ്റ്റ്. 3, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള പോളിസികൾ നോക്കി സെലക്ട് ചെയ്യുക. 4, പോളിസിയിൽ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ച് തന്നെ നോക്കുക. 5, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നല്ലതാണോ, അത് 90 മുതൽ 95% ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 6, ഈ പറഞ്ഞതിലെല്ലാം ബെസ്റ്റ് ആയ ഇൻഷുറൻസുകളുടെ പ്രീമിയം കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നല്ല വിശദമായി നോക്കി പല പോളിസികളും കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം ഇൻഷുറൻസ് എടുക്കുന്ന പരിപാടിയിലേക്ക് കടക്കുക. നമ്മളുടെ ജീവിതത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന പില്ലറാണിത്. അതിന്റെ ഗൗരവത്തോട് കൂടി തന്നെ ഇതിനെ എടുക്കുക. അപ്പൊ അവസാനം പറഞ്ഞ കുറച്ച് ടേംസും കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഇൻഡെപ്ത് ആയ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അത് പോയി കണ്ടാലേ ഇതെല്ലാം തന്നെ മനസ്സിലാകും. അതിന്റെ ലിങ്ക് ദാ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പെർഫെക്റ്റ് ആയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നന്നായി കമ്പയർ ചെയ്ത് നന്നായി മനസ്സിലാക്കി ഫുൾ മലയാളം സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ട് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി. അതിശക്തമായ സർവീസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ അവസാനമായി മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലനിൽക്കുന്ന പ്രീമിയത്തിന്റെ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് അറിയുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓരോ ആൾക്കാരുടെയും ആവശ്യങ്ങളുടെയും കണ്ടീഷൻസിന്റെയും പുറത്തേക്ക് ഡിപ്പെൻഡന്റ് ആണ്. എന്നാലും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ട് റേഞ്ചുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഒരു 5000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെയാണ് ഒരു വർഷം ഒരു ഇൻഡിവിജ്വൽ പ്ലാനിന് പ്രീമിയം വരിക. ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ ആണെങ്കിൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെയൊക്കെ വർഷം പ്രീമിയം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നതിനെ പറ്റി എല്ലാം തന്നെ നമ്മൾ പഠിച്ചു, എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ അവസാനമായി പറയാനുള്ളത്, വാങ്ങാൻ പോയി കൺഫ്യൂഷൻ ആയിട്ടോ കവർ കൂടുതൽ വെക്കുമ്പോൾ പ്രീമിയം കൂടുതലാണെന്ന് കണ്ടിട്ടോ അങ്ങനെ എന്ത് കാരണം കൊണ്ടോ എടുക്കാതെ ഇരിക്കരുത്. ഇന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരെണ്ണമെങ്കിലും എന്തായാലും എടുക്കുക. അതുപോലെ തന്നെ പലർക്കും അവർ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും എക്സ്ട്രാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കില്ല. അതും സൂക്ഷിക്കണം. ഓഫീസുകൾ തരുന്ന ഇൻഷുറൻസുകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കവറുകൾ ഉണ്ടോ എന്ന് എപ്പോഴും നോക്കുക. ഇല്ല എങ്കിൽ എന്തായാലും സ്വയം തന്നെ ഒരെണ്ണം എടുക്കുക. അപ്പൊ ഇതെല്ലാം തന്നെ വ്യക്തമായി എങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എങ്ങനെ വാങ്ങാം എന്ന് പഠിക്കാം. ലൈഫ് ഇൻഷുറൻസ് ബൈയിങ് ഗൈഡ്.
ഇവിടെയും ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് യൂസ് ചെയ്ത് എങ്ങനെ ലൈഫ് ഇൻഷുറൻസ് വാങ്ങാമെന്ന് നമുക്ക് പഠിക്കാം. ലൈഫ് ഇൻഷുറൻസ് മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞെങ്കിലും ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ശരിക്കും നിങ്ങൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതും വേണമെങ്കിൽ എത്ര പ്രായം വരെയാണ് വേണ്ടതെന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ വരുമാനത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യമുള്ളൂ. അത് പാർട്ട്ണർ ആകാം, കുട്ടികളാകാം, മാതാപിതാക്കളാകാം, അങ്ങനെ ഡിപ്പെൻഡന്റ് ആയ ആരുമാകാം. ക്ലാസ് കാണുന്ന കൂടുതൽ ആൾക്കാർക്കും അങ്ങനെ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആദ്യമേ ഇതിനെ മസ്റ്റ് ഹാവ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മുന്നിലേക്ക് 1-2 വർഷത്തിൽ ജീവിതത്തിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എന്തായാലും എളുപ്പമാണ്. അപ്പോൾ അതുപോലെ തന്നെ എത്ര പ്രായം വരെ ലൈഫ് ഇൻഷുറൻസ് വേണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്കൊരു 65 വയസ്സൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ വലുതായി സ്വന്തമായി വരുമാനം ഉണ്ടാക്കി തുടങ്ങിക്കാണും. പാർട്ട്ണറിന് ജീവിക്കാനുള്ള ഒരു ബാക്കപ്പ് നിങ്ങൾ ഒരുമിച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ വീടിന്റെ ലോണൊക്കെ ഓൾറെഡി അടഞ്ഞു തീർന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 65 വയസ്സ് വരെ പോരെ ഈ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതുപോലെ അവനവന്റെ ജീവിത സാഹചര്യം അനുസരിച്ചാണ് ഈ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത്. നേരത്തെ പഠിച്ചതുപോലെ ജീവിതകാലം മുഴുവൻ പോളിസി കവറേജ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ലൈഫ് ഇൻഷുറൻസ് എന്നും, ഒരു പ്രായം വരെ മാത്രം ഇത് മതി എന്നുണ്ടെങ്കിൽ അതിനെ ടേം ഇൻഷുറൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിലും കണ്ടതുപോലെ എത്ര കവർ എമൗണ്ട് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ലോജിക്കൽ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു റൂള് ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളുടെ വരുമാനത്തിനെ അടുത്തൊരു 10 വർഷത്തേക്ക് കവർ ചെയ്യാനും അതിന്റെ കൂടെ നമ്മളുടെ ഹോം ലോൺ പോലെയുള്ള എല്ലാ വലിയ ബാധ്യതകളെയും അടച്ചു തീർക്കാനും പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കണം ഇത്. ഒരു ഉദാഹരണം തരാനാണെങ്കിൽ 10 ലക്ഷം രൂപ വാർഷിക വരുമാനവും ഒരു 20 ലക്ഷം രൂപയുടെ ഹോം ലോണും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1.2 മുതൽ 2.2 ക്രോർസിന്റെ ആണ് കവർ വേണ്ടി വരിക. കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത്രയും കവറുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ഒരു 30 വയസ്സുകാരന് മാസം 1000 രൂപയൊക്കെ പ്രീമിയം വരികയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഫോർമുല അല്ലെങ്കിൽ ലോജിക്ക് യൂസ് ചെയ്തോ അതിൽ കുറച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചുള്ള യുക്തികൾ ആഡ് ചെയ്തിട്ടോ നിങ്ങൾക്ക് വേണ്ട കവർ എമൗണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് ഇവിടത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് കറക്റ്റ് പോളിസി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ദീർഘകാലത്തേക്ക് മുടങ്ങാത്ത രീതിയിൽ നമ്മൾക്ക് അടക്കാൻ പറ്റുന്ന പ്രീമിയം ആയിരിക്കും പോളിസിക്കുള്ളത്. അതിന്റെ കൂടെ തന്നെ പോളിസി ഡ്യൂറേഷനും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും എക്സ്ക്ലൂഷൻസും ആക്സിഡന്റൽ പ്രീമിയം വേവർ പോലുള്ള ആഡ് ഓൺസും ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല വിശദമായി നോക്കി പല പോളിസികളും കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ പറഞ്ഞതുപോലെ അനാലിസിസ് പാരാലിസിസിലേക്ക് പോയിട്ടോ പ്രീമിയം കണ്ടിട്ടോ എടുക്കാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റിയ ലൈഫ് ഇൻഷുറൻസ് എന്തായാലും ഇപ്പൊ തന്നെ എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ ലൈഫ് ഇൻഷുറൻസ് നന്നായി കമ്പയർ ചെയ്ത് പ്രോപ്പർലി മനസ്സിലാക്കി ഫുൾ മലയാളം സപ്പോർട്ടോട് കൂടി വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി. അങ്ങനെ വാങ്ങാൻ പോകുമ്പോൾ ഇത് കൂടി മനസ്സിൽ വെച്ചോ. ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു 30 വയസ്സുള്ള വ്യക്തിക്ക് 8000 മുതൽ 10000 രൂപക്കൊക്കെ 1 കോടി കവറുള്ള ടേം പ്ലാൻസ് വാങ്ങാം. ഒരു വർഷത്തെ പ്രീമിയമാണ് ഞാൻ പറഞ്ഞത്. ടേം ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുമ്പോൾ കാണിക്കുന്ന പ്രീമിയം ഒരിക്കലും പിന്നീട് ജീവിതത്തിൽ കൂടില്ല. പ്രീമിയം ലോക്കായി എന്നാണ് ഇവർ പറയാറ്. ജീവിതകാലം മുഴുവൻ എല്ലാ വർഷവും ഈ കാണുന്ന ആദ്യം എടുക്കുന്ന അതേ പ്രീമിയം തന്നെ നമ്മൾ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായം കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എന്തായാലും ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. കുറെ അധികം പൈസ ലാഭിക്കാൻ പറ്റും. ഇനി അതല്ല 40 വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു 15000 മുതൽ 25000 രൂപ വരെയൊക്കെ ഒരു വർഷം പ്രീമിയം വന്നേക്കാം. ഇനി 50 വയസ്സ് കഴിഞ്ഞാല് പ്രീമിയം കാര്യമായി കൂടി വർഷം ഒരു 35000 അതിന് മുകളിലേക്കൊക്കെ പോലും പോയേക്കാം. അപ്പൊ ഇവിടെ കണ്ടതുപോലെ പ്രായത്തിനനുസരിച്ച് പ്രീമിയം കൂടുന്നത് പോലെ തന്നെ ഒരു സ്മോക്കർ ആണ് നിങ്ങളെങ്കിൽ നാച്ചുറൽ പ്രീമിയം കാര്യമായി അവിടെയും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ ചെയ്ത് നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതുകൂടി പഠിച്ച സ്ഥിതിക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസും അതിലും നല്ലൊരു ലൈഫ് ഇൻഷുറൻസും എങ്ങനെ എടുക്കാമെന്നും നമ്മളെയും നമ്മളുടെ കുടുംബത്തിനെയും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇൻഷുറൻസ് വാങ്ങുന്നതിലൂടെ പരിപാടി കഴിഞ്ഞു എന്ന് ആരും വിചാരിക്കരുത്. ഇൻഷുറൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു എമർജൻസി വന്നാല് എങ്ങനെയാണ് ഈ വാങ്ങിച്ച ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക. ഹൗ ടു ക്ലെയിം ഇൻഷുറൻസ്. പല ഇൻഷുറൻസുകൾക്കും ക്ലെയിം ചെയ്യേണ്ട രീതികൾ പലതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ജനറൽ കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ഒന്ന്,
നിങ്ങളുടെ ഇൻഷുറൻസ് ക്യാഷ്ലെസ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യേണ്ട രീതി. അതായത് സ്ഥിരം ക്ലെയിം ചെയ്യേണ്ടി വരുന്ന ഹെൽത്ത്, ഓട്ടോ പോലുള്ള ഇൻഷുറൻസുകളിൽ പലതിലും ഇപ്പോ ക്യാഷ്ലെസ് എന്ന ഓപ്ഷൻ ഉണ്ടാകാറുണ്ട്. അതിനർത്ഥം ഒരു ഹോസ്പിറ്റലിൽ എത്തി അഡ്മിറ്റ് ആകുമ്പോൾ ബില്ല് വരുന്നത് ഇൻഷുറൻസ് കമ്പനി തന്നെ നേരെ അങ്ങ് അടച്ചോളും. നമ്മൾ പേ ചെയ്തിട്ട് ക്ലെയിം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്ലെയിം പ്രോസസ് ആയിക്കോളും. നമ്മളുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ക്യാഷ്ലെസ് എന്ന സംഭവം ദുരുപയോഗിക്കപ്പെടാതെ ഇരിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിലെ അവർ ഇത് അവൈലബിൾ ആക്കൂ. നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിലും ഗ്യാരേജിലും ഒക്കെ ഇത് ഓൾറെഡി ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ക്യാഷ്ലെസ് ഓപ്ഷൻ ഇല്ല എങ്കിൽ പണം അടച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മാനുവലി ക്ലെയിം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ അങ്ങനെ മാനുവലി ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നേരെ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടുക. അവിടുന്ന് നമ്മളുടെ ആവശ്യത്തിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഡിയാക്കി വെക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്ത് ചിലവുകൾ നിങ്ങൾ കയ്യിൽ നിന്ന് നേരെ അടച്ചിട്ടുണ്ടെങ്കിലും തെളിവിനായി അതിന്റെ എല്ലാ തെളിവുകളും സൂക്ഷിച്ചു വെക്കുക. ഉദാഹരണത്തിന് വണ്ടി ചെറുതായി തട്ടിയതാണെങ്കിൽ അതിന്റെ ഫോട്ടോ പോലും എടുത്തു വെക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണോ നിങ്ങൾ മാനുവലി ക്ലെയിം ചെയ്യുന്നത് അതിന്റെ വ്യക്തമായ തെളിവ് കയ്യിലുണ്ടായിരിക്കണം. ഉദാഹരണത്തിന് വണ്ടി ചെറുതായി തട്ടിയതാണെങ്കിൽ അതിന്റെ ഫോട്ടോ മതിയാകും. വലിയ ആക്സിഡന്റോ മോഷണമോ ഒക്കെ ആണെങ്കിൽ പോലീസിൽ നിന്ന് FIR വേണ്ടിവരും. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. അതായത് ഇൻഷുറൻസ് ടൈപ്പ് അനുസരിച്ച് ഡോക്യുമെന്റ്സ് വേരി ചെയ്യും. എന്നാൽ ഐഡിയ ഇതാണ്, പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലെയിം സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനിയുമായി സംസാരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ പലപ്പോഴും നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങിച്ച ഏജന്റ് നിങ്ങളെ സഹായിച്ചേക്കാം. ഓർക്കുക, അവർക്ക് സഹായിക്കാനേ കഴിയുള്ളൂ. ക്ലെയിം തരേണ്ടത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാനുള്ള സ്റ്റെപ്സ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ഇൻഷുറൻസ് പോളിസികളുടെ ഡീറ്റെയിൽസ് എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സുരക്ഷിതമായി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും എമർജൻസി വരുമ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുള്ളൂ. കുടുംബത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഓരോ വ്യക്തിയുടെ കയ്യിലും അവരുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓടിക്കുന്ന വണ്ടിയിൽ തന്നെ എപ്പോഴും ഇൻഷുറൻസിന്റെ ഒരു കോപ്പി വെക്കുക. ടേം ഇൻഷുറൻസിനെ പറ്റി പൊതുവെ ആൾക്കാർ പറഞ്ഞു നടക്കാറില്ല. എങ്കിലും ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ഉണ്ട് എന്നും അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ക്ലെയിം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒന്നിനുമായി ഓടി നടക്കേണ്ടി വരരുത്. ശരിക്കും ഒരു ഫാമിലിയുടെ ജീവിതത്തിലെ വണ്ടികളുടേതടക്കം 3ഉം 4ഉം ഒക്കെ ഇൻഷുറൻസ് പോളിസി ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. അതിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റോ ഉണ്ടാക്കുക. ഇൻഷുറർ നെയിം, ഇൻഷുറർ ടൈപ്പ്, പോളിസി നെയിം, പോളിസി നമ്പർ, പ്രീമിയം, റിന്യൂവൽ ഡേറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ എമൗണ്ട്, മേജർ എക്സ്ക്ലൂഷൻസ് എന്നിങ്ങനെ പല കോളങ്ങളും ആ എക്സൽ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. പോളിസി ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്തു വെച്ചാൽ അത്രയും നല്ലത്. നമ്മുടെ 4ാമത്തെ ഫൈനാൻഷ്യൽ ടൂൾസ് സെറ്റപ്പിന്റെ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഈ എക്സലും പോളിസി ഡോക്യുമെന്റ്സും ഒക്കെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനും ഓഫ്ലൈനുമായി സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസിനെ പറ്റി എല്ലാം പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അതിശക്തമായി തന്നെ ക്ലാസ് തീർക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. പക്ഷേ അതിനു മുൻപ് ഇന്ന് മാർക്കറ്റിൽ കണ്ടുവരുന്ന, എന്നാൽ എല്ലാവരും തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള കുറച്ച് ഇൻഷുറൻസ് ടൈപ്പുകളുണ്ട്, സ്കീമുകളുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇൻഷുറൻസ് സ്കീംസ് യു ഷുഡ് അവോയ്ഡ്. ഇതിൽ ആദ്യത്തേത് യൂലിപ് പ്ലാൻസ് ആണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്. നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൽ കുറച്ച് പൈസ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ബാക്കി ലൈഫ് ഇൻഷുറൻസിലേക്കും ഇവിടെ കമ്പനികൾ സ്പ്ലിറ്റ് ചെയ്തിടുന്നു. ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒറ്റ പൈസക്ക് ഇൻവെസ്റ്റിംഗും ഇൻഷുറൻസും നടക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതിലെ ഇൻഷുറൻസ് കമ്പണന്റിലേക്ക് നോക്കുമ്പോൾ പൊതുവെ കവറേജ് വളരെ കുറവായാണ് കാണാറ്. ഇൻവെസ്റ്റ്മെന്റ് കമ്പണന്റ് നോക്കുകയാണെങ്കിലും ചാർജസ് വളരെ കൂടുതലാണ്. 5 വർഷം സ്ട്രിക്റ്റ് ലോക്കിനും ഉണ്ടാകലുണ്ട്. ഇന്റലിജന്റ് ആയി കാര്യങ്ങളൊക്കെ പഠിച്ചു ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഒരു മോശം ഓപ്ഷൻ തന്നെയാണ് യൂലിപ് സ്കീമുകൾ. ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും സെപ്പറേറ്റ് ആയി എടുത്താൽ ഇതേ പൈസക്ക് തന്നെ ബെറ്റർ റിട്ടേൺസ് ഉള്ള മ്യൂച്വൽ ഫണ്ട്സും ഹയർ കവറേജ് ഉള്ള ഇൻഷുറൻസും നമ്മൾക്ക് വാങ്ങാം. അതുകൊണ്ട് യൂലിപ് സ്കീമുകൾ അവോയ്ഡ് ചെയ്യുക. ഇവിടെ രണ്ടാമത്തേത് എൻഡോമെന്റ്, മണി ബാക്ക് എന്നൊക്കെയുള്ള പോളിസികളാണ്. യൂലിപ് ഇസിക്കൽ ടു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ എൻഡോമെന്റ് ഇസിക്കൽ ടു ഇൻഷുറൻസ് പ്ലസ് അഷ്യോർഡ് റിട്ടേൺസ് പ്ലസ് ബോണസ് എന്നുള്ളതാണ്. LIC ഏജന്റുകളൊക്കെ കുറെ അധികം എൻഡോമെന്റ് പോളിസികളാണ് പണ്ട് വിറ്റുകൊണ്ടിരുന്നത്. ഒറ്റ റൂൾ ഓർത്താൽ മതി, ഇൻഷുറൻസ് പ്ലസ് സംതിങ് എന്ന് കേട്ടാൽ അവോയ്ഡ് ചെയ്യുക. ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയി മാത്രം കാണുക. കമ്പനികൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ പറ്റിക്കാനായിട്ടല്ല ഇതൊന്നും ഇറക്കിയിരിക്കുന്നത്. എന്നാൽ കസ്റ്റമർ ഡിമാൻഡ് കാരണമാണ്. ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ മടിയുള്ളത് കൊണ്ടും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടി കിട്ടുമ്പോൾ എടുക്കാൻ സാധ്യത കൂടുന്നു എന്ന
ഇമോഷണൽ കമ്പോണന്റ് ഉള്ളത് കൊണ്ടുമാണ് കമ്പനികൾ ഇതൊക്കെ ഓഫർ തന്നെ ചെയ്യുന്നത്. അപ്പൊ അത്ര നല്ലതല്ലാത്ത ഇൻഷുറൻസ് ടൈപ്പുകൾ എന്ന ഈ ബോണസ് ടോപ്പിക് കൂടി മുഴുവനായി പഠിച്ച സ്ഥിതിക്ക് എന്താണ് ഇൻഷുറൻസ് എന്നും ഇമ്പോർട്ടന്റ് ടൈപ്സും വാങ്ങാനുള്ള രീതിയും പഠിച്ച് ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ പറ്റി എല്ലാം തന്നെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഉടനെ തന്നെ ഈ ക്ലാസിന്റെ ചെക്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. ആദ്യം തന്നെ നോളജ്. ഇൻഷുറൻസ് എന്നുള്ളത് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിൽ കുറെ അധികം സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഇൻഷുറൻസുകൾ എങ്ങനെയൊക്കെ എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇൻഷുറൻസിനെ സേവിങ്സ് ആയിട്ടോ ഇൻവെസ്റ്റിംഗ് ആയിട്ടോ മിക്സ് ചെയ്യരുത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ രണ്ടാമത് കോമൺ മിസ്റ്റേക്സ് നോക്കാം. എനിക്കൊന്നും സംഭവിക്കില്ല, ആക്സിഡന്റിനുള്ള പ്രോബബിലിറ്റി കുറവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷുറൻസ് എടുക്കാതെ ഇരിക്കുന്നതോ അത് വൈകിക്കുന്നതോ ആണ് ഏറ്റവും വലിയ കോമൺ മിസ്റ്റേക്ക്. ഒരു മോശം സിറ്റുവേഷൻ വരുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഏജൻസ് പറയുന്നത് മാത്രം കേട്ടിട്ട് ഏതെങ്കിലും ഒരു മോശം പോളിസി പലരും എടുക്കുന്നത് ഒരു വളരെ കോമൺ മിസ്റ്റേക്ക് ആയി ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും എംപ്ലോയേഴ്സിന്റെ ഇൻഷുറൻസിൽ മാത്രം റിലേ ചെയ്യുന്നതും കാണാറുണ്ട്. അതും അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ജോലി മാറിയാലോ ജോലി പോയാലോ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. എന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും എസ്പെഷ്യലി നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ചോദ്യങ്ങളാണെങ്കിൽ എപ്പോഴും സത്യം മാത്രം പറയുക. അപ്പൊ അടുത്തത് നമുക്ക് ഇവിടെ വേണ്ട സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. പോളിസി ഡോക്യുമെന്റ്സ് എല്ലാം എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വിധം ഓൺലൈനും ഓഫ്ലൈനുമായി സൂക്ഷിക്കുക. കുടുംബത്തിൽ ഒരു വ്യക്തിയോട് കൂടി പോളിസിയുടെ ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. 4ാമത്തെ ക്ലാസ്സിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിസികൾ ലാപ്സ് ആയി പോകാതിരിക്കാൻ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് റിന്യൂവൽസ് നടത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. നമ്മൾ പഠിച്ച റൂൾസ് പ്രകാരം നിങ്ങൾക്ക് ഇന്ന് ഐഡിയൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റിയ പെർഫെക്റ്റ് ഇൻഷുറൻസുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി വാങ്ങുക. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന വ്യാഴാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.